സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 19 ആണ്. പ്രോബബിലിറ്റി, ഒബ്ജക്റ്റീവ്സ്, ഇവന്റ്സ് ആൻഡ് ദെയർ പ്രോബബിലിറ്റി സ്റ്റഡിങ്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. So in this lesson, we shall discuss some basic concept of probability, addition theorem, dependent and independent events, multiplication theorem, bias theorem, random variable, its probability distribution and binomial distribution. ഇത്രയൊക്കെയാണ് പഠിക്കുന്നത്. So എന്താണ് ആദ്യം നമ്മൾ പറയുന്നത്? ഡിഫൈൻ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ് ആണ് പറയുന്നത്. ആൻഡ് ദെൻ എക്സാമ്പിൾസ് നോക്കുന്നുണ്ട്. Probability of occurrence of an event is a non-negative fraction not greater than 1. Use permutation and combination in solving problems in probability. Stated, establish the addition theorem on probability and the conditions under which each holds. Generalize the addition theorem of probability for mutually exclusive events. Understand multiplication law for independent and dependent events and solve problems related to them. Understand conditional probability and solve problems related to it. Understand bias theorem and define random variable and find its probability distribution, and understand and find mean and variance of random variable. Understand binomial distribution and solve questions based on it. Events and their probability. In the previous lesson, അത് മുന്നത്തെ ലെസണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. We have learned whether an activity is a random experiment or not. എന്താണ് ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അതായത് ടോസിങ് എ കോയിൻ അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈ എന്നൊക്കെ പറയുന്നത് അതൊരു ആക്ടിവിറ്റി ആണല്ലോ. ഇറ്റ്സ് എ റാൻഡം എക്സ്പെരിമെന്റ് ആണോ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ. ദി സ്റ്റഡി ഓഫ് പ്രോബബിലിറ്റി ഓൾവേസ് റെഫേഴ്സ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഹെൻസ് ഫ്രം നൗ ഓൺവേർഡ്സ് ദ വേർഡ് experiments will be used for a random experiment only. In the preceding lesson, we have defined different types of events such as equally likely, mutually exclusive, exhaustive, independent and dependent events, and cited examples of the above mentioned events. Here, we are interested in the chance that a particular event will occur when an experiment is performed. അതായത് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാവുന്ന ടൈമിൽ അതൊരു ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവായിരിക്കും. വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ടോസിങ് അൺബയാസ്ഡ് കോയിൻ? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള ചാൻസസ്. ദർ ആർ ഓൺലി 2 ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്നുള്ള 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ഇൻ our day-to-day language, we say that the coin has chance 1 in 2 of showing up a head. In technical language, we say that the probability of getting a head is 1/2. അതായത് 1/2 എങ്ങനെ കിട്ടുന്ന വെച്ചാൽ നമുക്ക് 2 chances ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് എച്ചും ടിയും 2 chances ആണ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഹെഡ് കിട്ടാനുള്ള ചാൻസസ്. ഈ 2 ചാൻസിന്ന് ഹെഡ് എന്ന് പറയുന്നത് 1 അല്ലേ? ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1, ടോട്ടൽ 2 ചാൻസ് ഉണ്ട്. അപ്പൊ 1/2 എന്ന് എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിമിലർലി ഇൻ ദ എക്സ്പെരിമെന്റ് ഓഫ് റോളിംഗ് ഡൈ there are 6 ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ഉണ്ടാവും. ഡൈ ചെയ്യും, ഡൈക്ക് 6 എണ്ണല്ലേ ഉണ്ടാവുക. ആൻഡ് ദ ഫേസ് വിത്ത് നമ്പർ 1 ഹാസ് എ ചാൻസ് ഇൻ 6 ഓഫ് അപ്പിയറിംഗ് ടോപ്പ്. അതായത് 6 ചാൻസസ് ടോട്ടൽ ഉണ്ട്. അതിൽ 1 വരാനുള്ള ചാൻസ്, 1 എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന്, അത് ഇവിടെ 1 വരാനുള്ള ചാൻസ് 1/6 ആയിരിക്കും. ടോട്ടലി 6 എണ്ണം ഉണ്ട്, അതിൽ 1 വരാനുള്ളത് 1/6. അതായത് ഒറ്റ ടോസിൽ. ഓക്കെ, thus we say that the probability of getting 1 is 1/6. In the above experiment, suppose we are interested in finding the probability of getting even number on the top. Even number ടോപ്പിൽ വരാൻ when a die is rolled,
ക്ലിയർ. അപ്പൊ നമ്മൾ നോക്കാം, നമ്മൾ ഒരു ഡൈ ഇത് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് 2 4 6 ആണ്. അതായത് 1 2 3 മൂന്നെണ്ണാണ് വരുന്നത്. 2 4 6 എന്നുള്ളത് എത്ര? ഒന്ന്, ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, അങ്ങനെ ടോട്ടൽ 6 എണ്ണല്ലേ ഉള്ളത്. 6ൽ 3 എണ്ണാണ് ഈവൺ നമ്പേഴ്സ് വരാനുള്ള ചാൻസ്. സോ പ്രോബബിലിറ്റി പറഞ്ഞാൽ എന്താ? 3/6. അതിനൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 1/2. 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്, അങ്ങനെ. So the above discussion suggests the following definition of a probability. ഇതാണ് നമ്മൾ probability എന്ന് പറയുന്നത്. Chance. Okay. If an experiment with n exhaustive, mutually exclusive and equally likely outcomes, m outcomes are favorable to the happening of an event A, the probability of P of happening A is given by probability P of A equal to number of favorable outcomes divided by total number of possible outcomes ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, n എക്സ്പെരിമെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഔട്ട്കംസ് n ആണ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് m, അതായത് നമുക്കിപ്പം ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സംഭവം, അതായത് ഇപ്പോ ഡൈ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈവൺ നമ്പേഴ്സ് ആ വേണ്ടെന്ന് പറയുന്നത്, ആ വേണ്ടത് ഈവൺ നമ്പേഴ്സ് 2 4 6 എന്നുള്ളത് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ, അപ്പൊ ഹെഡ് വേണമെന്നാണ് നമ്മൾ പറയുന്നത്, അത് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള സംഭവം, അതിന് നമ്മൾ m എന്ന് കൊടുക്കുന്നത്, നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത്. ഈ n എന്ന് പറയുന്നത് ടോട്ടലി ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്കം ആണ്. m/n എന്നുള്ളതാണ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. Since the number of cases favorable to the non-happening of an event A are minus m, the probability of Q that A will not happen is given by Q equal to n minus m/n is equal to n/n എന്ന 1 minus m/n ആണ് കിട്ടുക. അതായത് ഇപ്പം നമ്മളിപ്പോ പറഞ്ഞു, ഞാൻ എന്തിപ്പം ഡൈന്റെ കേസിൽ, സോറി കോയിന്റെ കേസിൽ പറയാം. കോയിനിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഒരു ഹെഡും ഒരു ടെയിലും അല്ലേ? അപ്പൊ ടെയിൽ വരാനുള്ള ചാൻസ് ആണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇതിൽ ടെയിൽ വരാനുള്ള ചാൻസ് എത്രയാ? ടോട്ടലി 2 ഔട്ട്കംസ് ഉണ്ട്. അതിലിപ്പോ ടെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇത് മാത്രം കിട്ടിക്കഴിഞ്ഞാല് നമുക്കിത് അറിയില്ല. അതായത് നമ്മളിപ്പം ഇത് കട്ട് ചെയ്തു, അതായത് ടെയിൽ വരാനുള്ളത്. അപ്പം ഇതിൽ നമുക്ക് പറയാം ഹെഡ് വരാനുള്ളത് എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ, അതായത് നമുക്ക് കിട്ടിയതിന് ഹെഡ് വരാനുള്ളത് കണ്ടെത്തൽ എങ്ങനെയാന്ന് വെച്ചാല്, ഇത് ബാക്കിയുള്ളതിന്റെ ചാൻസ് 1 മൈനസ് ടെയിൽ വരാനുള്ള ചാൻസ്, അതാണ് 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2. അതാണ് ഇവിടെ 1 മൈനസ് പി എന്നുള്ളത്. അതായത് നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി പി ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബാക്കിയുള്ളത്, അതായത് എന്താണോ വേണ്ടത് അതിന്റെ ബാക്കിയുള്ളത്, അതാണ് 1 മൈനസ് പി എന്ന് പറയുന്നത്. അപ്പം പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രോബബിലിറ്റി തമ്മിൽ ടോട്ടൽ പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കോയിന്റെ കേസിൽ പറഞ്ഞാൽ 2 ഹെഡും ടെയിലും എന്ന് പറഞ്ഞിട്ട് 2 സാധനങ്ങളാണ് ഉള്ളത് ആണല്ലോ. അപ്പം അതിൽ രണ്ടും വരാനുള്ള ചാൻസസ് നോക്കുകയാണെങ്കിൽ നോക്ക്, 2 എണ്ണാണ് ടോട്ടല്. അതിലിപ്പോ നമുക്ക് 2ഉം വേണം. ടോട്ടൽ പറഞ്ഞാൽ 2ഉം വേണം. 2/2 പറഞ്ഞാൽ എന്താ? 1. ഇപ്പൊ 6 ഡൈസിൽ 6ഉം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 6/6 1. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ടോട്ടൽ പ്രോബബിലിറ്റി പറയുന്നത് 1 ആയിരിക്കും. Obviously, P as well as Q are non-negative and cannot exceed unity. അപ്പൊ പിയും ക്യൂം നെഗറ്റീവ് വാല്യൂ ആയിരിക്കൂല ഒരിക്കലും, അതുപോലെ ഒന്നിനെക്കാട്ടും കൂടുതലും ആയിരിക്കൂല പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നെഗറ്റീവ് വാല്യൂസും ആയിരിക്കൂല, ഒന്നിനെക്കാട്ടും കൂടുതൽ, അത് 1.1 അങ്ങനെ വരൂല, 1ന് താഴെ വരുള്ളൂ, പോയിന്റ് അങ്ങനെയുള്ള വാല്യൂസേ വരുള്ളൂ. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 1ന് താഴെ. Thus, the probability of the occurrence of an event lies between 0 and 1. അതിൽ 0ഉം ഉൾപ്പെടാൻ വേണമെങ്കിൽ 1ഉം ഉൾപ്പെടാം. ഓക്കെ,
0 ലെസ് ദാൻ p ലെസ് ദാൻ 1 അല്ലെങ്കിൽ 0 ലെസ് ദാൻ q ലെസ് ദാൻ 1. p ആയാലും q ആയാലും 1നും 0നും ഇടയിലായിരിക്കും വാല്യൂസ് എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കി വെക്കാം. നോട്ട്: probability p of the happening of an event is known as probability of success, and the probability of q of non-happening of the event is probability failure. അതെ, നമുക്കിപ്പം വേണ്ടത് നമ്മൾ സക്സസ് എന്നുള്ള രീതിയിൽ എടുത്തു, ബാക്കിയുള്ളത് ഫെയിലിയർ എന്നുള്ള രീതിയിൽ എടുത്തു. അതുകൊണ്ട് പിയും ക്യൂവും ഒന്ന് ഹാപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നോൺ ഹാപ്പൻ ചെയ്യുന്നത്, അതാണ് സംഭവം. അതായത് പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് ദ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയും. അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ് ഉള്ളത് ക്യൂ എന്നുള്ളത് ഇവന്റ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയും. സോ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇംപോസിബിൾ ഇവന്റ് ഈസ് 0, ദാറ്റ് ഓഫ് ഷുവർ ദാറ്റ് ഇവന്റ് ഈസ് 1. അതായത് ഇമ്പോസിബിൾ ആയിട്ട്, അതായത് ഫെയിലിയർ ആയിട്ടുള്ള ഇവന്റിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവന്റ് 0 ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇവന്റ് ഷുവർ ആയിട്ട് ഉണ്ട് എന്നുള്ളത് അത് 1 ആണ്. അതായത് പി ഓഫ് എ ഈക്വൽ ടു 1, ദ ഇവന്റ് എ ഈസ് സർട്ടൻലി ഗോയിങ് ടു ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അത് നടക്കാത്തത്, ചെയ്യാൻ പറ്റാത്തതാണ് 0 എന്നുള്ള രീതിയിൽ പറയാം. The number of m of the favorable outcomes of an event cannot be greater than the total number of outcomes n. ഓക്കെ, എന്താ m എന്നുള്ള ഔട്ട്കംസ് ഇല്ലേ, അതൊരിക്കലും എന്താ n ഉള്ള ഔട്ട്കംസിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് n ആയിരിക്കും ഇവിടെ ഗ്രേറ്റർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല്, what the chances that leap year selected at random will certain 53 Sundays. ഒരു ഇയറിൽ എന്ന് വെച്ചാല് 366 ദിവസമുണ്ട്. ഓക്കെ, അതിൽ എത്ര വീക്സ് ഉള്ളത് നമ്മൾ നോക്കാം. 52 വീക്സ് ഉണ്ട്. 82 വീക്കും 2 എക്സ്ട്രാ ഡേയ്സും ഉണ്ട്. അതായത് അതാണ് 366 കിട്ടാം. ഒരു വീക്ക് പറഞ്ഞാൽ 7 ഡേയ്സ് ആണ്. 52 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 364 കിട്ടും. ആ 4നോട് 2 കൂടെ ആഡ് ചെയ്ത് 366 ഡേയ്സ് ടോട്ടൽ കിട്ടും. These 2 extra days are occurs in the following possible ways. ഈ എക്സ്ട്രാ ഡേയ്സ് ഒന്നിക്കിൽ ചിലപ്പം നമുക്കിപ്പം 53 സൺഡേസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ 2 ഡേയ്സ് ഒന്നിക്കില് സൺഡേ മൺഡേ ആവാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, ഫ്രൈഡേ സാറ്റർഡേ ആവാം, സാറ്റർഡേ സൺഡേ ആവാം. ആ 2 ഡേയ്സ് ഈ ഒരു 7 രീതിയിലേക്ക് വരാം. സോ ഔട്ട് ഓഫ് ദ എബവ് 7 പോസിബിലിറ്റി 2 ഔട്ട്കംസ് ആർ. ഇപ്പൊ 1ലും 7ലും ആണ് സൺഡേ വരുന്നത്. നമ്മൾ ക്വസ്റ്റിന് സൺഡേ ആണ് ചോദിക്കുന്നത്. അപ്പൊ 1ലും 7ലും ആണ് സൺഡേ വരുന്നത്. ഓക്കെ, so out of the above 7 possibilities, 2 outcomes 1 and 7 are favorable to the event. അതായത് p of 53 Sundays എന്ന് പറഞ്ഞാൽ 2/7 ആയിരിക്കും. ഈ 7 എണ്ണത്തിൽ സൺഡേ വരുന്ന 2 കേസാണ്. അപ്പൊ 2/7 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഇൻ എ സിംഗിൾ ത്രോ ഓർ 2 ഡൈസ്, ഇൻ എ സിംഗിൾ ത്രോ ഓഫ് 2 ഡൈസ്, 2 ഡൈസ് ഒരു പ്രാവശ്യം ഇടുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഈസ് 9? സം 9 ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. ദ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഈസ്, 2 ഡൈ ഒപ്പം ഇടുമ്പോൾ 6 ഒരു ഡൈയിൽ ഉള്ള പോസിബിലിറ്റി 6 ആണ്. അടുത്ത ഡൈ ഡ്രോ ചെയ്യുമ്പോൾ 6 എണ്ണം വരാം. അതായത് ഫസ്റ്റ് ഡൈ ടോസ് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ 1 2 3 4 5 6 വരാം. സെക്കൻഡ് ഡൈ ടോസ് ചെയ്യുമ്പോൾ ഇതുപോലെ 1 2 3 4 5 6 വരാം. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 into 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. സോ അത് നമ്മൾ 1 2 ഫസ്റ്റില് 1 2 3 എക്സെട്രാ പോകുന്നത്. സെക്കൻഡ് ചെയ്യുമ്പം ഈ 1ൽ തന്നെ 1 2 3 4 5 6 ഒന്നിന്റെ അപ്പുറം തന്നെ നമുക്ക് 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, അങ്ങനെ 6 വരെ വരാം. 2ന്റെ അപ്പുറം സെയിം അതുപോലെ, 3ന്റെ അപ്പുറം സെയിം അതുപോലെ. അതാണ് ഇവിടെ ഇപ്പൊ 1 2 അങ്ങനെ വരാമല്ലോ. നമുക്ക് അതിനെ ലെസണിൽ പഠിച്ച പോലെ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒന്നിന്റെ കൂടെ തന്നെ 6 എണ്ണം വരും. അപ്പൊ 6, 2ന്റെ കൂടെ 6 എണ്ണം, 3ന്റെ കൂടെ 6 എണ്ണം, 4ന്റെ കൂടെ 6 എണ്ണം, 5ന്റെ കൂടെ 6 എണ്ണം, 6ന്റെ കൂടെ 6 എണ്ണം, അങ്ങനെ 6 പ്രാവശ്യം 6 എണ്ണം. അതാണ് 36 എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ ഇവിടെ പറയാം, എന്താ, ഇൻ ദ സിംഗിൾ ത്രോ ഓഫ് എ ഡൈ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഈസ് 9? സം 9 വരാനുള്ള പ്രോബബിലിറ്റി ആണ് ഇതിപ്പോ എഴുതിയത്
36 ഉണ്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടതാ. ഇതൊരു പെയർ 1 1 ഉള്ളത് ഒരു പെയർ, 1 2 ഒരു പെയർ, 1 3 ഒരു പെയർ, 1 4 ഒരു പെയർ, 1 5 ഒരു പെയർ. ഞാനിപ്പോ ഇത് പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ 2 1 2 2 3 1 3 2 3 6 വരെ 4 1 അല്ലെങ്കിൽ 5 1 5 6 വരെ 6 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് 36 പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. Now how do we get the total of 9? We have 9 കിട്ടണമെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രോബബിലിറ്റിന്ന് സമ്മ് 9 കിട്ടണം. അപ്പൊ നമ്മൾ നോക്കാം, 2ഉം 1ഉം ആഡ് ചെയ്താൽ 3 കിട്ടുള്ളൂ സമ്മ്. 2ഉം 6ഉം ആഡ് ചെയ്താൽ 8 കിട്ടാം. നമുക്ക് 9 വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം ഏതൊക്കെ ആഡ് ചെയ്താലും 9 കിട്ടാൻ നോക്കാം. 6ഉം 3ഉം ആഡ് ചെയ്താൽ 9 കിട്ടും അല്ലേ, ഒരു പോസിബിലിറ്റി. 4ഉം 5ഉം ആഡ് ചെയ്താൽ 9 കിട്ടും, ഒരു പോസിബിലിറ്റി. ദെൻ 5ഉം 4ഉം ആഡ് ചെയ്താൽ 5 1 5 2 5 3 5 4 ഇത് ആഡ് ചെയ്താൽ 9 കിട്ടും. ആൻഡ് 6ഉം 3ഉം ആഡ് ചെയ്താലും 9 കിട്ടും. അപ്പൊ എത്രയില്ല ഇതാ 3 6 4 5 5 4 6 3. ഇത് 4 ആണ് നമുക്ക് വേണ്ട ഔട്ട്കംസ്, അതായത് സമ്മ് 9 കിട്ടുന്ന ഔട്ട്കംസ്. സോ ഇതാണ് ഫേവറബിൾ ഇവന്റ്. ടോട്ടൽ 36 ഉണ്ട്, അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് 4 ഉള്ളൂ. 4/36. ഇതിനെ നമുക്ക് 9 കൊണ്ട് 4 കൊണ്ട് ചുരുക്കിക്കാൻ 1/9 കിട്ടും. ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. Next, probability calculation of probability using combinatorics, permutations and combinations. Complement of an event A or B, event A or B. Calculation of probability using combinatorials, അതായത് permutation and combination വെച്ചിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. In the preceding section, അതായത് മുന്നേയുള്ള sections, we calculate the probability of an event by listing down the all possible outcomes and the outcome favorable to the event. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത്, നമ്മൾ ആദ്യം എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഇവന്റ്സും എഴുതി കഴിഞ്ഞിട്ട് നമ്മളെ ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ് നോക്കിയിട്ടാണ് നമ്മൾ പഠിച്ചത്. So next, this is the possibility when the number of outcomes is small. Number of outcomes ചെറുതാണെങ്കിൽ, otherwise it becomes difficult to and time consuming process. ഇത് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടും ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. In general, we do not require the actual listing of the outcomes, but require only the total number of possible outcomes and the number of outcomes favorable to the event. In general, we do not require the actual listing of the outcomes, okay, but required only the total number of possible outcomes. Total number of outcomes നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എടുത്തിട്ട് ആ നമ്പർ ഓഫ് നമുക്ക് വേണ്ട ഔട്ട്കംസ് ആണ് എടുക്കുന്നത്. In many cases, these can be found by applying the knowledge of permutations and combinations, which you have already studied. Permutation combination എന്നുള്ള പാഠം നമ്മൾ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കാണുക, എങ്ങനെയാണ് എന്താ കോമ്പിനേഷൻ കാണുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു example, 4 persons are chosen at a random from a group of 3 men and 2 women and 4 children. Show that the chance that exactly 2 of them will be children is 10/21. ഇതാണ് തെളിയിക്കണം. അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ 3 men ഉണ്ട്, 2 women ഉണ്ട്, 4 children ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാക്ട്ലി ഏതെങ്കിലും 2 എക്സാക്ട്ലി കുട്ടികളാവണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന്റെ പ്രോബബിലിറ്റി 10/21 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ഗ്രൂപ്പ് നോക്കാം. 3 men, 2 women and 4 children. എല്ലാം ആഡ് ചെയ്യുമ്പോൾ 9. 4 persons are chosen at random. ഇതിൽ 4 പേരെ ചൂസ് ചെയ്യുന്നത്, അതിൽ if 2 of the chosen persons are children ആണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. 4 പേരെ എടുക്കുമ്പോൾ അതിൽ 2 എന്തായാലും എന്താ കുട്ടികളായിരിക്കണം എന്നാണ് പറയുന്നത്. Then the remaining 2 can be chosen from 5 persons. 3 men, 2 women എടുക്കാം. അതായത് നമുക്കിപ്പോ 4 ചിൽഡ്രൻ എന്ന് 4 വേണം, അതിൽ 2 എന്തായാലും ചിൽഡ്രൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബാക്കി 2 ഉള്ളത് നമുക്ക് ഈ മെന്നോ അല്ലെങ്കിൽ ആരാവാം, വുമണോ ആവാം. ഓക്കെ,
എക്സാക്ട്ലി 2 of them, എക്സാക്ട് രണ്ടെണ്ണം ചിൽഡ്രൻ ആവണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താ 2 ചിൽഡ്രൻ, ഈ റിമൈനിങ് എന്ന് വെച്ചാൽ ബാക്കി 5%, അതായത് 3 മെന്നിലും 2 വുമണെന്നും ബാക്കി 2 ആവാന്ന് പറയാം. സോ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 2 ചിൽഡ്രൻ ക്യാൻ ബി സെലക്ടഡ് ഫ്രം 4. 4 ആളിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ഷൻ കോമ്പിനേഷൻ 4C2 പറഞ്ഞാൽ 4 into 3 divided by 1 into 2 അങ്ങനെയാണ്. അതായത് 2 എണ്ണം 4ഉം അതിന് തൊട്ട് താഴെയുള്ളതും ഡിവൈഡഡ് ബൈ ഇറ്റ് ആർ ഫാക്ടോറിയൽ. NCR അങ്ങനെ പഠിച്ചല്ലോ. 1 into 2, 4 2 പോയാൽ 2 into 3 6 കിട്ടും. Number of ways in which remaining of the 2 persons can be selected from 5 persons. ബാക്കി 5 ആളിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്യണം. അപ്പം 5C2 എന്ന് പറഞ്ഞാൽ 5 into 4 divided by 1 into 2. 5C2 പറഞ്ഞാൽ അങ്ങനെ 5 into 2 divided by 5 into 4 ഡിവൈഡ്, അതായത് 5ഉം അതിന് തൊട്ട് താഴെയുള്ളതും 5 into 4 divided by 1 into 2 ആണ്. എന്ന് വെച്ചാൽ 20/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. Total number of ways in which 4 persons can be selected out of the 9 persons. ഇവിടെ പറയുന്നത് total number of ways in which 4 persons can be selected out of 9 persons. 9 ആളിൽ നിന്ന്, അതായത് ടോട്ടൽ നമ്പർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ടോട്ടൽ 9 ആളാണല്ലോ ഉള്ളത്, അതിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 4 ആളെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എന്താ, 9 4 സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 9C4, 9 into 8 into 7 into 6 divided by 1 into 2 into 3 into 4, അങ്ങനെയാണ് 9C4 ആണ്. ഓക്കെ, 9 താഴെയുള്ള 4 ഡിവൈഡ് ബൈ 1 into 2 into, അതായത് 4 ഫാക്ടോറിയൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ 9 into 8 into 7 into 6 പറഞ്ഞു കഴിഞ്ഞാല് അത് ഇൻറ്റു ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ 126 കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട സാധനം എന്താന്ന് വെച്ചാല് the required probability എന്ന് പറയുന്നത് 4C2 into 5C2 divided by 9C4 ആണ്. അതായത് നമുക്ക് ടോട്ടൽ വേണ്ടത് എന്ന് പറയും, ടോട്ടൽ വേണ്ടത് നമ്മൾ ഡിവൈഡഡ് ബൈയിൽ കൊടുക്കുക. ആൻഡ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 2 ചിൽഡ്രൻ എക്സാക്ട്ലി വേണം. ആൻഡ് ബാക്കി 2 എണ്ണം ഏതായാലും കുഴപ്പമില്ല, അതാണ് 5C2. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ നമുക്ക് വേണ്ട 5 ആളത് ചെയ്യാം. 6 into 10 divided by 126 equal to 10/21. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് 4 ആൾക്കാരെ ചൂസ് ചെയ്യണ്ട. 4 persons are chosen from a random group of 3 men, 2 women and 4 children. ടോട്ടൽ ഇപ്പൊ നോക്ക്, 3 into 3 plus 2 plus 4 എന്ന് പറഞ്ഞാൽ 9. Show that the chance of exactly 2 of them will be children. അപ്പൊ നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന 4 ആളിൽ നിന്ന് 2 എണ്ണം എന്തായാലും ചിൽഡ്രൻ ആവണം. അതിന്റെ പ്രോബബിലിറ്റി 10/21 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടത്. സോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് 4 ആളെയാണ്. അതിൽ 2 ആള് ചിൽഡ്രൻ ആവണം എന്നും പറയുന്നുണ്ട്. ബാക്കി എത്ര, 4 ആളിൽ ഒഴികെ ബാക്കി 5 ആളില്ലേ, ചിൽഡ്രൻ അല്ലാണ്ടില്ല 5 ആളിൽ നിന്ന് നമുക്ക് 2 ആളെ സെലക്ട് ചെയ്യാം. അതായത് 3 മെന്നും 2 വുമണെന്നും ഏതെങ്കിലും 2 ആളെ സെലക്ട് ചെയ്യാം. അതെങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്പർ ഓഫ് വേസ് വിച്ച് 2 ചിൽഡ്രൻ ക്യാൻ ബി സെലക്ടഡ് ഫ്രം 4. അപ്പൊ 4 ആളിൽ 2 ആൾ എന്തായാലും ചിൽഡ്രൻ ആവണമെന്ന് പറയുന്നുണ്ട്. അതാണ് 4C2 കണ്ടത്. ആൻഡ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് റിമൈനിങ് 2 persons ക്യാൻ ബി സെലക്ടഡ് ഫ്രം 5. ടോട്ടൽ 4 ആളെ സെലക്ട് ചെയ്യണം. 2 ആൾ ഇപ്പം ഓൾറെഡി ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു. ബാക്കി 5 ആളിൽ നിന്നാണ് 2 ആളെ സെലക്ട് ചെയ്യേണ്ടത്. അത് 5C2 എടുത്തു. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് വിച്ച് 4 persons ക്യാൻ ബി സെലക്ടഡ് ഔട്ട് ഓഫ് 9 persons. നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 4 ആളെ വേണം, ആകെ 9 ആളാ ഉള്ളത്. അങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ 9C4 അത് നമുക്ക് ടോട്ടൽ വേണ്ടത്. സോ പ്രോബബിലിറ്റി ആണെങ്കിൽ 4C2 into 5C2 divided by 9C4, 10/21 കിട്ടും. നെക്സ്റ്റ് ഇവന്റ് റിലേഷൻ ആണ് പറയുന്നത്. കോംപ്ലിമെന്റ് ഓഫ് ആൻ ഇവന്റ്. ലെറ്റ് us consider the example of drawing a fair die. The sample space of this experiment is, ഒരു ഡൈ ഡ്രോ ചെയ്യുമ്പോൾ 1 2 3 4 5 6 ആണ് അതിന്റെ ഇത്. സോ A be the event of getting an even number,
then the sample points 2, 4, 6 are favorable to the event A. അതായത് ഇവന്റ് എ എടുക്കുമ്പോൾ നമുക്കൊരു ഇവന്റ് നമ്പർ വേണമെങ്കിൽ ഇവന്റ് നമ്പർ 2, 4, 6 ഓക്കെ അതാണ് ഫേവറബിൾ. Then the remaining sample of the points is 1, 3, 5. അത് odd number. Okay, അത് remaining ആണ്. Therefore, these will occur when an event A will not occur. ഇത് event A occur ചെയ്യുന്നതും ഇത് will not occur ചെയ്യുന്നതും. In an experiment, the outcomes which are not favorable to an event A is called complement of A and defined as follows. അതായത് നമുക്കിപ്പം വേണ്ട ഇവന്റ് വേണ്ട നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ് എന്നുള്ളത് നോർമലി കൊടുക്കുക, നോട്ട് ഫേവറബിൾ ആയിട്ടുള്ളത് അല്ലെ അതാണ് നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത്. സോ ദ ഔട്ട്കം ഫേവറബിൾ ടു ദി കോംപ്ലിമെന്റ് ഓഫ് ആൻ ഇവന്റ് എ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ദോസ് ഔട്ട്കംസ് വിച്ച് ആർ നോട്ട് ഫേവറബിൾ ടു ദ ഇവന്റ് എ ആൻഡ് എ ആർ ഡിനോട്ടഡ് ആസ് നോട്ട് എ ഓർ എ ബാർ. എ ബാർ എന്നുള്ള രീതിയിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്യാം. ഇവന്റ് ഓർ ബി, ഇവന്റ് എ ഓർ ബി. Let us consider the example of throwing a die. നമ്മളൊരു die throw ചെയ്യുന്ന A is an event of getting multiple of 2 and B be the another event of getting multiple of 3. A എന്ന് വെച്ചാൽ multiple of 2, B എന്ന് വെച്ചാൽ multiple of 3. The outcomes 2, 4, 6 are favorable for event A. അത് 2ന്റെ multiple 2, 4, 6 ആണ് 2ന്റെ multiple. And B ൻ്റെത് 3 മാറും. 3ന്റെ multiple എന്ന് പറയുമ്പോൾ 3, 6 ആണ് വരുന്നത് അല്ലേ? 3ന്റെ ഗുണനം 3, 6 വരും. സോ ഇവന്റെ ബിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഇതാണ്. സോ നമ്മൾ ഇതിന്റെ വരക്കാണെങ്കിൽ ഇത് വരക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതായത് സാമ്പിൾ സ്പേസ് പറഞ്ഞ ടോട്ടൽ ഈ നമ്മളൊരു എന്താ റെക്ടാങ്കിൾ വരച്ചിട്ട് അത് എസ് എന്ന് എഴുതുന്നത് സാമ്പിൾ സ്പേസ് ടോട്ടലി. ആൻഡ് എ എന്ന് പറയുന്നത് നമ്മളെ ഇവന്റ് എ, ഇത് ഇവന്റ് ബി ആണ്. അപ്പം ഇവന്റ് എ എഴുതുമ്പോൾ നമ്മൾ നോക്കാം, എ വരച്ചു, അതായത് ഒരു സർക്കിൾ വരച്ചു. എയിൽ പറയുന്നത് 2 വരണം, 2, 4, 6 അങ്ങനെ വരണം. ബി എന്ന് പറയുന്നതിൽ 3, 6 വരണം. ഇത് രണ്ടിനും നമ്മൾ ഇതിൽ 6ഉം ഈ 6ഉം കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കാൻ വേണ്ടത്, കാരണം രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഇതുണ്ട്, അത് 6 ആണ്. അത് കോമണിൽ വരച്ചു. ആൻഡ് ഇവിടെ ബാക്കിയുള്ള 2, 4 എഴുതി ആൻഡ് ഇവിടെ 3 എഴുതി. A, B. The happening of event A or B is A union B. A union B എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും, യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാം, എയിലും ബിയിലുള്ള എല്ലാ എലമെന്റും 2, 3, 4, 6 അതാണ് എന്ത് happening of an event A or B എന്ന് പറയുന്നത്. Again, if A will be event of getting an even number, B is another event of getting odd number. അടുത്ത ഈ തന്നെ പറയുന്നത് എ എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്, ബി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെന്ന് പറയുന്നത്. സോ നമ്മൾ എയും ബിയും എന്താണെന്ന് എഴുതി വെക്കുക. ഈവൺ നമ്പർ 2, 4, 6, ഓഡ് നമ്പർ 1, 3, 5 അത് നമ്മൾ എഴുതി. ആൻഡ് അതിനെ വരക്കുമ്പോൾ നമുക്ക് കിട്ടും സാമ്പിൾ സ്പേസ്, കാരണം അതിൽ കോമൺ എലമെന്റ് ഇല്ല. ഓക്കെ, കോമൺ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എസ് വരച്ച് എയും ബിയും, എയിൽ എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പേഴ്സ് എഴുതി, ബിയിൽ പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് എഴുതി. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇല്ല എല്ലാ എലമെന്റ്സും, അതായത് 1 മുതൽ 6 വരെ ആയിരിക്കും ഇതിന്റെ എ യൂണിയൻ ബി. ഹിയർ ഇറ്റ് മേ ബി ഒബ്സർവ്ഡ് ദാറ്റ് ഇഫ് എ ആൻഡ് ബി ആർ 2 events, then the event A or A union B will consist of the outcomes which are either favorable to the event A or event B or to the both events. Okay, thus the event A or B occurs if either A or B or both occurs. Okay, event A or B occurs എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ A occur ചെയ്യണം അല്ലെങ്കിൽ B occur ചെയ്യണമെങ്കിൽ രണ്ടും occur ചെയ്യണം. ഓക്കെ, event A and B, ഈ ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയൻ എല്ലാ എലമെന്റ്സും, ഇനി ആൻഡ് ആണ് പറയുന്നത്. Recall the example of throwing a die in which A is the event of getting a multiple of 2 and B is the multiple of 3. അപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്റെ വാല്യൂസ് 2, 4, 6 ആൻഡ് ബിന്റെ വാല്യൂസ് 3, 6. അപ്പം നമ്മൾ നേരത്തെ വരച്ച പോലെ ഫിഗർ വരക്കുക. 6 കോമൺ ആയിട്ടാണല്ലോ രണ്ടിലുള്ളത്. സോ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഇന്റർസെക്ഷൻ എന്നുള്ളത് ആൻഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ യൂണിയൻ ഓർ എന്ന് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഇത് ആൻഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
ഇവിടെ യൂണിയൻ എന്ന് പറയുന്നത് ഓർ ആണ്. അതിപ്പോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതാ എഴുതിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങില്. ഇവന്റ് എ ഓർ ബി. The event A and B. Okay. So here we observe that the outcome 6 is favorable to both the events A and B. 6 പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡ്രോ എ കാർഡ് ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. അതിൽ എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ് ഡിവൈഡ് ആസ്. എ എന്ന് പറയുന്നത് റെഡ് കാർഡ് ആയിരിക്കുക, ബി എന്ന് പറയുന്നത് ഒരു കിങ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കാർഡിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. കാർഡിനെ കുറിച്ച് ഐഡിയ ഉണ്ടാകുമ്പോൾ വി നോ ദാറ്റ് ദർ ആർ 26 കാർഡ്സ് ആൻഡ് 26 കാർഡ് ഉണ്ട്, റെഡ് കാർഡ് ഉണ്ട്, ആൻഡ് 4 കിങ് ഉണ്ട് ഇൻ എ ഡെക്ക് ഓഫ് കാർഡ്സ് ടോട്ടൽ. അതായത് 26 റെഡ് കാർഡും 26 ബ്ലാക്ക് കാർഡും അങ്ങനെയൊക്കെ ഇതിൽ കുറെ കിങ്, ക്യൂന്, ജോക്കർ അങ്ങനെ എന്തൊക്കെയോ ഇല്ല കാർഡിൽ. നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് 26 റെഡ് കാർഡ്സ് ഉണ്ട് ആൻഡ് 4 കിങ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ 52-ൽ കുറെ ഉണ്ടായാലും 26 ആണ് റെഡ് കാർഡ്സ് വരുന്നത്, 4 ആണ് കിങ് വരുന്നത്. സോ ഔട്ട് ഓഫ് ദിസ് 4 കിങ്സിൽ 2 ആർ ഇതില് രണ്ടെണ്ണം റെഡ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ പറയാം റെഡ് കാർഡ്സിന്റെ നമ്മൾ ഫസ്റ്റ് യൂണിയനിൽ എടുത്തു. എന്നാണ് ഇത് കിങ്ങിന്റെ ആണ്. ഓക്കെ, കിങ് എന്ന് വെച്ചാൽ രണ്ടെണ്ണം, 4-ൽ 2 ആണ് കിങ്സ് പറയുന്നത്. ഇതാണ് റെഡ് കാർഡ്സ്. ഓക്കെ, ഹിയർ വി സീ ദാറ്റ് ദ 2 red kings are favorable to both the events. Here the event A and B consisting of all those outcomes which are favorable to both the events A and B. That is okay. So here we see that 2 red kings and favorable to both the events. റെഡ് കാർഡ്സ് ഇവിടെ നമ്മൾ ഫസ്റ്റിൽ കൊടുത്തു ആൻഡ് കിങ് 4 ആണെന്ന് പറഞ്ഞു, 26 റെഡ് കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓൾറെഡി പറഞ്ഞു കിങ്ങില് രണ്ടെണ്ണം റെഡ് കൂടി ഉണ്ടെന്നത്. അപ്പം രണ്ടെണ്ണം ഇവിടെ എന്താ കോമൺ ആയിട്ട് വരും. ഇത് ടോട്ടൽ റെഡ് കാർഡ്സിൻ്റെതാണ്, ഇത് കിങ്ങിന്റെ ആണ്. അപ്പൊ ഇവിടെ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു 2 എന്ന് പറയുന്നത് റെഡിലും കൂടെ വരും, അതാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, റെഡ് കിങ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ അടയാളപ്പെടുത്തി. So hence the event A and B consisting of all those outcomes which are favorable to both the events A and B. That is, event A and B occurs when both the events A and B occur simultaneously.
സിംബോളിക്കലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള രീതിയിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. Probability, additive law of probability, additive law of probability for mutually exclusive events ആണ് പറയുന്നത്. So additive law of probability എന്ന് പറഞ്ഞാൽ let A be the event of getting an odd number and B be the event of getting prime number. Okay, in a single throw of a die, which will be the probability that it is either an odd number or a prime number ആണ് question. സോ ഒന്നിക്കൽ അത് ഓഡ് നമ്പർ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയിരിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, സോ സിംഗിൾ ത്രോയിൽ ഒരു ഡൈ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് 1 to 6 ആയിരിക്കും. 1 2 3 4 5 6. ഓക്കെ, ദെൻ ദ ഔട്ട്കംസ് ഫേവറബിൾ ടു ദ ഇവന്റ്സ് എ. ഇവന്റ്സ് എ പറയുമ്പോൾ ഇവന്റ്സ് എ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ, ഇതിൽ ഓഡ് നമ്പർ 1 3 5. ആൻഡ് നെക്സ്റ്റ് പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 3 5 ആണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് 1 ഒരു പ്രൈം നമ്പർ ആയിട്ട് പറയില്ല. 2 3 5 എന്നൊക്കെ പറയുന്നത് ഇപ്പം 2നെ നമുക്ക് 2നെ കൊണ്ടല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാനോ പറ്റില്ല. 3നെ 3നെ കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. 5നെ 5നെ കൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ 4നെ കൊണ്ട് മാത്രമല്ല 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6നെ അതുപോലെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ 2 3 5 എന്ന് പറയുന്നത് ആ ഒരു ടേം, അതായത് 2നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, 3നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, 5നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ദെൻ വരുന്നത് 7 ആണ് അങ്ങനെ ഒരു നമ്പർ വരുന്നത്, പിന്നെ 11 ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതില് ഈ ഒരു 6ൽ നമുക്ക് ഈ 2 3 5 ആണ് പ്രൈം നമ്പേഴ്സ്. ആൻഡ് ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും നമ്മൾ ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് അതിനൊരു വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇത് സാമ്പിൾ സ്പേസ് എസ് ആണെങ്കിൽ എയും ബിയും. എ എന്ന് പറഞ്ഞ ഓഡ് നമ്പർ 1 3 5, ബി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ 2 3 5. അല്ല 3ഉം 5ഉം കോമൺ ആണ്. സോ നമ്മൾ ഇതിലെ ഔട്ട്കംസ് ഫേവറബിൾ ഫോർ ആൻ ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. രണ്ടിലുള്ള എല്ലാ എലമെന്റ്സും ആണ് യൂണിയൻ ബിയിൽ എഴുതേണ്ടത്. Then thus the probability of getting either an odd number or a prime number will be, ഒന്നിക്കിൽ ഓഡ് നമ്പർ അല്ലെങ്കിൽ പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഇപ്പം 1 2 3 ടോട്ടൽ നമ്മൾക്ക് ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 ആണല്ലോ കിട്ടുന്നത്. സോ the probability of getting either an odd number or ഏതെങ്കിലും ഒന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് യൂണിയൻ 1 2 3 4 എലമെന്റ്സിൽ ഇവിടെ ഉള്ളത് 4/6, അതായത് 2/3 ആയിരിക്കും ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ടു ഡിസ്കവർ an alternative method, അതായത് വേറൊരു മെത്തേഡ്, we can proceed as follows. The outcomes of favorable event of A are 1 3 5 ആണ് നമ്മൾ പറഞ്ഞല്ലോ. സോ പി ഓഫ് എ പറഞ്ഞാൽ 3/6. എ എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ 3 ആണ് വരുന്നത്. സോ പി ഓഫ് എ പറഞ്ഞാൽ 3/6. സിമിലർലി പി ഓഫ് ബി, പ്രൈം നമ്പറും 3 ഉള്ളത് 2 3 5 എന്ന് പറഞ്ഞിട്ട്. സോ അതും 3 നമ്പർ ഉള്ളത് 3/6 കിട്ടി. ആൻഡ് ദ ഔട്ട്കംസ് ഫേവറബിൾ ടു ദ ഇവന്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ആർ 3 and 5 അല്ലേ? രണ്ടെണ്ണം മാത്രമല്ലേ അതിൽ കോമൺ ആയിട്ടുള്ളൂ, നമുക്ക് വേണ്ടതുള്ളൂ. അപ്പം 2/6 ആയിരിക്കും പ്രൈം നമ്പർ. അത് 6 എണ്ണത്തിൽ 2 എണ്ണം നമുക്ക് ഫേവറബിൾ ഉള്ളത്. സോ ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇത് ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പൊ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി 3/6 പ്ലസ് 3/6 മൈനസ് 2/6. 6/6 മൈനസ് 2/6 ആണ് 4/6 എന്നാണ് 2/3. ഇതാണ് കിട്ടുക. ഈ 2/3 ആണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് സിമ്പിൾ രീതിയിൽ ഇതൊരു ഇക്വേഷൻ വെച്ചിട്ട്, അത് നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ ആണ് പറയുന്നത്. ചില കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും ഹെൽപ്പ് ചെയ്യാം. Thus we state that the law called additive rule ആണ്. additive rule ആണ് പറയുന്നത്, which provides a technique for finding the probability of the union of two events when they are not disjoint. അപ്പൊ നമുക്ക് ഈ യൂണിയൻ കാണാനുള്ള പുതിയൊരു വേ ആണ് പറയുന്നത്. എ ഓർ ബി, എ യൂണിയൻ ബി ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് ഇക്വേഷൻ. ഇക്വേഷൻ നമ്മൾ എന്തായാലും പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, എ കാർഡ് is drawn from a well shuffled deck of 52 cards. What is the probability that it is either spade or a king? അതാണ് പറയുന്നത്. അതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, if a card is drawn at random from well shuffled deck of a card,
the likelihood of any of the 52 cards being drawn is the same. Obviously, the sample space consisting of 52 sample points. A and B denote the events of drawing a spade card and a king respectively. അപ്പം 13 സാമ്പിൾ പോയിന്റ്സിൽ എ കൺസിസ്റ്റിംഗ് ഓഫ് 13 സ്പേഡ് കാർഡ്സ് ഉള്ളത്, whereas the B consisting of 4 സാമ്പിൾ. കാരണം 4 കിങ്ങും 13 സ്പേഡ് കാർഡും ഉള്ളത്. കാർഡിനെ കുറിച്ച് നമ്മൾ എന്തായാലും അറിയണം. അപ്പം 13 സ്പേഡ് കാർഡും ആൻഡ് 4 കാർഡ്സ് കിങ്ങും ഉള്ളത്. സോ പി ഓഫ് എ പറഞ്ഞ ടോട്ടൽ 52 13/52. പി ഓഫ് ബി പറഞ്ഞ 4/52. സോ ദ കോമ്പൗണ്ട് ഇവന്റ് എ ഇന്റർസെക്ഷൻ ബി കൺസിസ്റ്റിംഗ് ഓഫ് ദി ഓൺലി വൺ സാമ്പിൾ പോയിന്റ്, അതായത് വിസ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്പേഡ് എന്ന് പറയുന്നത് അത് ഒറ്റൊന്നാ ഉള്ളത്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അതായത് 1/52 എന്ന് പറയുന്നത്. സോ ഹെൻസ് നമുക്ക് കാർഡിനെ കുറിച്ച് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. Hence, the probability that the card is drawn either a spade or a king is given by P of A union B is equal to P of A plus P of B minus P of A intersection B എന്ന് കിട്ടും. സോ നമ്മൾ അതിന്റെ ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് 13/52 plus 4/52 minus 1/52 എന്ന് കിട്ടും. അത് പറഞ്ഞാൽ 16/52 ആണ്. അതിനെ നമ്മൾ ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും 4/13 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ അഡിറ്റീവ് ലോ ഓഫ് പ്രോബബിലിറ്റി ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആ പറയുന്നത്. വി നോ ദാറ്റ് ദ ഇവന്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ if and only if they have no outcomes in the common. Outcomes common ആയിട്ട് ഉണ്ടാവില്ല. അതായത് പി ഓഫ് കോമൺ ആയിട്ട് പറയുമ്പോൾ ആൻഡ് അല്ലേ വരുമോ, ഇന്റർസെക്ഷൻ അത് 0 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. they have no outcomes in common. That is mutually exclusive when P, A and B equal to 0. Substituting this value in the additive law of probability, we get the following law. P of A or B എന്ന് പറഞ്ഞാൽ P of A plus P of B minus P of A intersection B ആണല്ലോ. അതിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഇത്ര പോരെ മാത്രമേ വേണ്ടുള്ളൂ. എക്സാമ്പിൾ, ഇൻ എ സിംഗിൾ ത്രോ ഓഫ് എ 2 dice ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ 9 or 11. 2 dice ചെയ്യുമ്പോൾ 9 ഉം 11 ഉം വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത്. സോ ക്ലിയർലി ദ ഇവന്റ്സ് എ ടോട്ടൽ ഓഫ് 9 and the total of 11 are mutually exclusive. അതായത് ടോട്ടൽ ഓഫ് 11 കിട്ടണമെങ്കിൽ ടോട്ടൽ ഓഫ് 9 കിട്ടണമെങ്കിൽ ആലോചിക്കും ഏതൊക്കെ 2 ഡൈ ചെയ്യുമ്പോൾ എന്നുള്ള കോമ്പിനേഷൻ നമ്മൾ പഠിച്ചല്ലോ. 1 1 1 2 1 3 1 4 1 6 വരെ, 2 1 2 2 2 3 എന്ന് പറഞ്ഞിട്ട് 2 6 വരെ, 3 1 3 2 3 6 വരെ വരും, 4 1 4 2 4 3 4 6 വരെ വരും, ആൻഡ് 5 1 അതുപോലെ 6 1 6 2 എന്ന് പറഞ്ഞിട്ട് 6 6 വരെ വരും. അപ്പൊ 1 1 മുതൽ അത് വരെ. അപ്പൊ അതിൽ നമ്മൾ നോക്കുക വാല്യൂസ് ടോട്ടൽ 9 വരുന്നത് സം 9 വരുന്നത് 6 ഉം 3 ഉം ആഡ് ചെയ്ത 9 വരും, 4 ഉം 5 ഉം ആഡ് ചെയ്ത 9 വരും, 5 ഉം 4 ഉം ആഡ് ചെയ്ത 9 വരും, 6 ഉം 3 ആഡ് ചെയ്ത 9 വരും. 1 2 3 4 പോസിബിലിറ്റി ഉള്ളത്. ടോട്ടൽ 6 × 6 36 ആണ് പോസിബിലിറ്റി ഉള്ളത്. അതിൽ ഇപ്പൊ പറഞ്ഞ പോലെ 9 വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 4/36. അതിനെ 4/36 ഇതാക്കാൻ പറ്റും. അതുപോലെ ടോട്ടൽ 11 വരുന്നത് നോക്കുക. 11 ആഡ് ചെയ്യുമ്പോൾ 5ഉം 6ഉം കൂട്ടിയാൽ 11 ആണ്, 6ഉം 5ഉം കൂട്ടിയാൽ 11 ആണ്. അപ്പം 2 ചാൻസ് 2/36. സോ ടോട്ടൽ എന്ന് പറയുന്നത് എ ഓർ ബി, എ യൂണിയൻ ബി 4/36 plus 2/36 6/36 ആണ്. 1/6 ആയിരിക്കും അതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്, പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. So multiplication law of probability for independent events ആണ്. Let us recall the definition of independent events. അതായത് 2 events A and B are said to be independent ആണെന്ന് പറയണമെങ്കിൽ 2 ഇവന്റ്സിനാ if the occurrence or non-occurrence of one does not affect the probability of occurrence of other. ഇപ്പം ഏതെങ്കിലും ഒന്നിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് മറ്റേതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിപെൻഡന്റ്. ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ക്യാൻ യു തിങ്ക് ഓഫ് സം എക്സാമ്പിൾസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്? നോക്കാം, നമുക്ക് ഇൻഡിപെൻഡൻസ് ഇവന്റ്സിന്റെ എക്സാമ്പിൾ നോക്കാം. ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഓൺ ദ ഫസ്റ്റ് കോയിൻ ആൻഡ് ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ടി ഓൺ ദ സെക്കൻഡ് കോയിൻ
ഇൻ എ സൈമിൾട്ടേനിയസ് ടോസ് ഓഫ് ടു കോയിൻസ് ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. കാരണം നമ്മൾ ഒരു കോയിൻ ഒരു കയ്യിൽ വെച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ഓർ ടെയിലോ കിട്ടും. ആൻഡ് അനദർ കോയിൻ ഇപ്പുറത്തെ സൈഡ് കൊണ്ട് ചെയ്യുമ്പോൾ ഹെഡ് ഓർ ടെയിലോ കിട്ടും. അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. രണ്ട് കോയിൻ അതിന്റെ രണ്ട് ഹെഡും ടെയിലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോ അതിനൊരു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് വിളിക്കാം. വാട്ട് അബൌട്ട് ദ ഇവന്റ്സ് ഓഫ് ഗെറ്റിംഗ് എച്ച് ഓൺ ദ ഫസ്റ്റ് ടോസ് ആൻഡ് ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ടി on the second toss in two successive tosses of a coin? These are also an independent events. അതായത് if the cards are drawn with replacement, then two events become independent. Is there any rule by which we can say that the events are independent? ഈ കാർഡ് ഡ്രോൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആവാന്ന് പറയുന്നത്? എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ദെൻ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്, പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷനും എന്തായാലും പഠിക്കണം. ഇവിടെ വളരെ കുറച്ച് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പഠിക്കുക. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പി ഓഫ് എ യൂണിയൻ ബിന്റെ പഠിച്ചു. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പഠിച്ചു. എ ഇന്റർസെക്ഷൻ ബി മൾട്ടിപ്ലിക്കേഷൻ ആണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. Thus, the probability of simultaneous occurrence of two independent events is the product of their separate probabilities. സെപ്പറേറ്റ് പ്രോബബിലിറ്റി കണ്ടിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കണ്ടാലാണ് സൈമിൾട്ടേനിയസ് ഒക്കറൻസ് കിട്ടുക. സോ ദ എബോവ് ലോ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു മോർ ദാൻ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. കുറെ ഇൻഡിപെൻഡൻസ് ഇവന്റ് ഉണ്ടെങ്കിൽ സിമ്പിൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ എക്സെട്ര എന്നുള്ളത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ഇൻറ്റു, അതായത് ഇവിടെ എത്ര കൊടുക്കുന്നു അത്രയും ഇൻറ്റു ചെയ്യുന്നത്. On the other hand, if the probability of the event A and B is equal to the product of probability of event A and B, then we say that events A and B are independent എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ, ഒരു ഡൈ ടോസ് ചെയ്യുന്നത് 2 പ്രാവശ്യം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ നമ്പർ ഓഫ് ഗ്രേറ്റർ ദാൻ 4 ഓൺ ഈച്ച് ത്രോ. ആ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ടൈമിൽ പ്രോബബിലിറ്റി എന്നുള്ളത് 4-നെക്കാട്ടിയും ഗ്രേറ്റർ ആവാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത്. ലെറ്റ് us denote by A is the event number greater than 4 ആണ് ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ത്രോ. B is the event a number greater than 4 in the second throw. 2 ത്രോ ചെയ്യുന്നുണ്ട്. ക്ലിയർലി എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള വാല്യൂ നമ്പർ ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 4 പറയുമ്പോൾ ആലോചിക്കും 5, 6 എന്നുള്ള 2 വാല്യൂസ് വരുന്നത് അവിടെ. ഓക്കെ, അതേപോലെ സെക്കൻഡ് ത്രോയിലും സെയിം ഗ്രേറ്റർ ദാൻ 4, അതായത് 5, 6 എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നോക്കിക്കോ. ഇൻ ദിസ് ഫസ്റ്റ് ത്രോ ദർ ആർ 2 ഔട്ട്കംസ്, നെയിംലി 5, 6 ഫേവറബിൾ ടു ദ ഇവന്റ് എ. സോ പി ഓഫ് എ പറയുന്നത് ടോട്ടൽ 6ൽ 2 എണ്ണം നമുക്ക് ഫേവറബിൾ 1/3. സിമിലർലി പി ഓഫ് ബി എന്ന് പറയുന്നത് അതെ, കാരണം രണ്ടും ഗ്രേറ്റർ ദാൻ 4 ആണ് കിട്ടണമെന്ന് പറയുന്നുണ്ടല്ലോ. സോ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 1/3 ഇൻറ്റു 1/3 1/9 ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. This leads to the definition of conditional probability as given below. Let A and B, two events defined on the sample space S, P of B greater than 0, then the conditional probability of A provided B has already occurred is denoted by P of A given B. Conditional probability P of B greater than 0 ആണെങ്കിൽ probability of A എന്ന് പറയുന്നത് P of A given B ആയിരിക്കും. പി ഓഫ് എ ഗിവൺ ബി ആയിരിക്കും. ആൻഡ് മാത്തമാറ്റിക്കലി ഇത് എങ്ങനെയാ പറയുന്നത് വെച്ചാൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. പി ഓഫ് ബി എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, 0 ആവാൻ പാടില്ല. സിമിലർലി പി ഗിവൺ എ ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പ്രൊവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എ ഗിവൺ ബി, എ പ്രൊവൈഡഡ് ബൈ ബി, ബി പ്രൊവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻസ് നമ്മൾ പഠിക്കാം എന്തായിട്ട്. ഓക്കെ, ആൻഡ് ദ സിംബൽ ഓഫ് പി ഓഫ് എ ഗിവൺ ബി ഈസ് യൂഷ്വലി റീഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാണ് ഇതിനെ വായിക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് എ കോയിൻ ഈസ് ടോസ്ഡ് അണ്ടിൽ എ ഹെഡ് അപ്പിയേഴ്സ് ഓർ അണ്ടിൽ ഇറ്റ് ഹാസ് ബീൻ ടോസ്ഡ് 3 times. Given that head does not occur on the first toss, what is the probability that coin tossed in 3 times? Here it is given that head does not occurs on the first toss. First tossil head kittunnilla. That is, we may get the head on the second toss. ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ടോസിൽ കിട്ടാം, അല്ലെങ്കിൽ തേർഡ് ടോസിൽ കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാതിരിക്കാം ഹെഡ്. 3 ടോസ് ഉണ്ട്. ഒന്നുകിൽ ഫസ്റ്റ് ടോസിൽ കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ടോസിൽ കിട്ടും നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ തേർഡ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുകയില്ല. സോ ബി ഇസ് ദ ഇവന്റ് നോ ഹെഡ്സ് ഓൺ ഫസ്റ്റ് ടോസ്. ഹെഡ്സ് ഉണ്ടാവാൻ പാടില്ല ഫസ്റ്റ് ടോസിൽ.
സോ ബീന്റെ ഒരു ഫസ്റ്റ് ഡോസിൽ ഹെഡ്സ് ഉണ്ടാവാൻ പറ്റില്ല പറഞ്ഞാൽ എന്താ, സെക്കൻഡിൽ ടെയില് ഇത്, അല്ലെങ്കിൽ ഫസ്റ്റിലും സെക്കൻഡിലും ടെയില് ഹെഡ് മൂന്നാമത്. ഓക്കെ, ഇവിടെ THH ആയിരിക്കും കേട്ടോ. ആൻഡ് ഇവിടെ TTT എന്നുള്ള 3 ഇവന്റ്സ് ആണ് ഉണ്ടാവുന്നത്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും ഹെഡ് വന്നുകൂടാ, അതാണ് ഇവിടെ പറയുന്നത്. സോ P(B) എന്ന് പറയുന്നത് ഈ 3 ഇവന്റ്സ് ആയിരിക്കും. ഇതിന്റെ മൂന്നിന്റെയും അപ്പൊ നമ്മൾ നോക്കാം എന്താ P(TH) എന്ന് പറയുന്നത് 1/4, 4 പ്രോബബിലിറ്റിയിൽ 4 എന്ന് പറയുന്നത്. ദിസ് event has been sample space of 4 outcomes. P(TTH) എന്ന് പറഞ്ഞാൽ 1/8, അതായത് നമ്മള് ഓക്കെ ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഫസ്റ്റ് ഈ TH എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ഡോസിൽ ഹെഡ് ഇല്ലല്ലോ, സെക്കൻഡ് ഡോസിൽ ചെയ്യുമ്പോൾ സെക്കൻഡും തേർഡ് അല്ലല്ലോ, ടെയില് വരുന്നു ഹെഡ് വരുന്നു. അതായത് 2 ഡോസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ 4 ഔട്ട്കംസ് ഉള്ളത്, ആ 4ലാണ് TH പറയുന്നത്. അതുകൊണ്ടാണ് 1/4 പറഞ്ഞത്. TTH പറയുമ്പോൾ 3 ഡോസ് പറഞ്ഞാൽ 8 ഔട്ട്കംസ് വരുന്നുണ്ട്, അതിൽ 1/8 ആണ് ഇത് പറയുന്നത്. സോ പുട്ടിംഗ് ദിസ് വാല്യൂസ് 1 വി ഗെറ്റ് P(B) എന്ന് പറഞ്ഞത് 1/4 പ്ലസ് 1/8 പ്ലസ് 1/8, 4/8 കിട്ടും. അതായത് 1/2 ആയിരിക്കും ഇതിന്റെ ഇത് കിട്ടും. സോ AB the event coin is tossed 3 times. ഇവിടെ ഫസ്റ്റ് no heads on first dose ആ പറയുന്നത്. ഇവിടെ coin is tossed on 3 times പറയുന്നത്. സോ 3 times ടോസ് ചെയ്യുമ്പോഴത്തേക്ക് TTHും TTTയും വരും, അതായത് ഹെഡ് ഫ്രണ്ടിൽ വന്നുവിടാന്നല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് P(A) given B. A given B എന്ന് പറഞ്ഞാൽ P(A) intersection B by P(B) ആണ് ഇക്വേഷൻ നമുക്കറിയാം. P(A) intersection B പറഞ്ഞാൽ A ആണ്. അപ്പൊ P(A) given B എന്ന് പറഞ്ഞാൽ 1/4 divided by 1/2. P(B) നമ്മൾ ഇവിടെ കണ്ടെത്തി 1/2 ആണെന്ന്. ആൻഡ് പിന്നെന്താ P(A) intersection B ആണെങ്കിൽ 1/4 എന്നും കണ്ടെത്തി നമ്മൾ, A intersection B. സോ നമ്മൾ P(A) intersection B divided by P(B) എന്ന് പറഞ്ഞാൽ 1/2 കിട്ടി. ഇത് A intersection B divided by 1/2 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ 1/2 കിട്ടി. ഇത്രയാണ് ഈ ഒരു ചെറിയൊരു ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇത് പറയുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തൊരു ഇതിൽ പറയാം. താങ്ക് യു.